നീ ടെൻഷനിലാന്നോ? നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. ലോകം മുഴുവൻ ഉറങ്ങിയാലും നിന്നെ കാക്കുന്നവൻ ഉറങ്ങില്ല. അവൻ നിന്റെ നിലവിളി കേൾക്കും. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും എല്ലാത്തിനും അനുകൂലമാക്കി തരുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്കുയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്നു വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്നു വരുന്നു. സങ്കീർത്തകൻ തന്റെ സഹായത്തിനായി ചുറ്റുമുള്ള പർവ്വതങ്ങളിലേക്ക് നോക്കുന്നു. എന്നാൽ അവിടുത്തെ വിഗ്രഹങ്ങളോ മറ്റു മനുഷ്യരോ അല്ല, മറിച്ച് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ് തന്റെ യഥാർത്ഥ സഹായം എന്നവൻ തിരിച്ചറിയുന്നു. ഉറക്കമില്ലാത്ത കാവൽക്കാരൻ. നിന്റെ കാൽ വഴുവാൻ അവൻ സമ്മതിക്കയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. അപകടങ്ങൾ നിറഞ്ഞ മലമ്പ്രദേശങ്ങളിലൂടെയുള്ള യാത്രയിൽ കാലിടറാതിരിക്കാൻ ദൈവം കാവലിരിക്കും. മനുഷ്യർക്ക് ഉറക്കം ആവശ്യമാണ്. എന്നാൽ തന്റെ മക്കളെ കാക്കുന്ന ദൈവം ഒരു നിമിഷം പോലും മയങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. തണലും സംരക്ഷണവും. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്കു തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. ദൈവം എപ്പോഴും നമുക്കു തുണയായി വലതുഭാഗത്ത് നിൽക്കുന്നു. മരുഭൂമിയിലെ യാത്രകളിൽ സൂര്യാഘാതത്തിൽ നിന്നോ രാത്രിയിലെ പ്രതികൂല കാലാവസ്ഥയിൽ നിന്നോ സംരക്ഷിക്കുന്നതുപോലെ ജീവിതത്തിലെ കഠിനമായ പ്രതിസന്ധികളിൽ ദൈവം നമുക്കു തണലായിരിക്കും. പൂർണ്ണമായ പരിപാലനം. യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും.